എക്സാമിൻ്റെ വൈക്ക് പോകുന്നു അല്ലേ? ലുലുൻ്റെ വൈക്ക് ഇപ്പല്ലേ? ഇപ്പം കമൻറ്റ് ബോക്സ് എടുത്താണ് എന്തെങ്കിലും കണ്ടന്റ്. ഞാൻ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കമൻറ്റ് ചെയ്യേണ്ടി വരും. ആരെങ്കിലും കമൻറ്റ് ചെയ്യും. ഇതണ്ട പക്ഷെ നാടും ഭംഗിയ. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ഒരു പുതിയ വ്ളോഗ്. ഇന്ന് ഞാൻ എന്നും മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ രാവിലെ എണീച്ചു. അലാറം വെച്ചൊക്കെ എണീച്ചാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന്. എനിക്കതിനെ പറ്റി വല്ലാണ്ടൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. അപ്പം നമുക്ക് കുറച്ച് നേരം നടന്ന് കളയാം. പിന്നെ നിങ്ങൾ ഇതേമാതിരി രാവിലെ എണീക്കാൻ, ഞാൻ തന്നെ എണീക്കില്ല, പിന്നെ സോറി കേട്ടോ, അത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്തായാലും എണീച്ചോളി. ഇതേമാതിരി ഇങ്ങനെ പാടത്തൊക്കെ ഇറങ്ങിക്കോളി, എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് നേരം നടന്നോളി. നടക്കണം നല്ലൊരു പരിപാടിയാണ്. എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നുകൊണ്ട് എണീച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നടന്നോളി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആദ്യം നടന്നു വേണ്ടിരാം. നിങ്ങൾ രാവിലെ എണീച്ചോളി. ഞാൻ മുതൽ മാക്സിമം രാവിലെ എണീച്ച് ഇതേമാതിരി ഇങ്ങനെ ഇറങ്ങാനൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ നമുക്ക് ഇങ്ങനെ നടന്നു വേണ്ടിരാം. പണ്ടൊക്കെ ഈ ഒരു വരമ്പ് കൂടെ നടക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കും പേടിയാണ്. ഞങ്ങളുടെ മിക്ക ആളുകൾക്കും പേടി. കാരണം ഇതിൻ്റെ വീതി ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതിയെ നടക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, വീണാലും പോട്ടെ നിൽക്കുക. അന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീന്താൻ പോലും അറിയില്ലാവില്ല. ആ സമയത്ത് ഇങ്ങോട്ട് വരും ചൂണ്ടിടാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ സാധനത്തിനൊക്കെ ചെറിയ ഡാമേജസ് വന്നു തുടങ്ങി. ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡില്ലാലേട്ടൻ സ്റ്റൈൽ ഒരു ഒടിച്ചിട്ടുണ്ട്. എന്താ പറയുക, അപ്പം എന്ത് ചെയ്യുക, ഇത് ഈ ഒരു ഏരിയയിൽ ശരിക്കും ഒരു അത്യാവശ്യം കുറേ സ്ഥലമുണ്ട്. അത് ശരിക്ക് ആരും ഇല്ല എന്നുള്ള രീതിയിലാണ്. അല്ല, അതിന് ഓണേഴ്സില്ലാന്നല്ല, അത് പള്ളീൻ്റെ അങ്ങനെ തോന്നും. അപ്പം പണ്ടൊട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊരു സ്ഥലം പോലെ, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ 2 ഏക്കറിനടുത്തൊക്കെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മാങ്ങ, ഒരു സെൻറ്ററിലൊരു ഗ്രൗണ്ട്, മറ്റേ പറങ്കൂച്ചി അറിയും, അതുണ്ടായിരുന്നു. അതായത് കശുവണ്ടിയുടെ മരം, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മരങ്ങളൊക്കെ വെട്ടി മൊട്ടടിച്ച മാതിരിയായി. ഇപ്പം വീണ്ടും അതിൻ്റെ വിത്തുകളൊക്കെ വന്ന് ചെറിയൊരു കാടായിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഈ നാട്. കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ഫുൾ അബാൻഡഡ് ആയിട്ട് തോന്നുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഞങ്ങളെ നാട്. കാരണം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഓക്കെയാണ്. എൻ്റെ വീടിൻ്റെ ഈ ഏരിയക്കൊന്നും വെള്ളം കയറില്ല. തോടുണ്ട്, പാടമുണ്ട്, കൃഷി ഇറക്കണ പാടാണ്, കൊയ്യുമ്പോൾ കളിക്കാം, വടുതിയിൽ നല്ല വെള്ളം വരും, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ കുളങ്ങളാണ് പിന്നെ ഒരു കുറവുള്ളൂ. കുളങ്ങൾ എന്നാലും ഉണ്ട്, കുറച്ചാണ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുളം കിട്ടും. പിന്നെ കുയ്യുണ്ട്, കുയ്യിൽ പോയി ചാടാം. പിന്നെന്താ, എല്ലാ രീതിയിലും ഓക്കെയാണ്. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഗ്രൗണ്ടിന് പണ്ടൊട്ടേ ചെറുപ്പം തൊട്ടേ ക്ഷാമൊന്നുമില്ല. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിലൊരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ കയറി കളിച്ചാൽ മരങ്ങളുണ്ടായിരുന്നു, തൂങ്ങി കളിച്ചാൽ വള്ളികൾ വരെ ഉണ്ട്. അത്ര അടിപൊളി സ്ഥലമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അങ്ങനെ ആരും എല്ലായ്മ കളിക്കുന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പക്ഷെ നാടും ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ. കാരണം ഒന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ നടക്കാം. അങ്ങോട്ട് പോയാൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൈകില്ല. ഇതൊക്കെ നമ്മളെ കാടുമരവും വള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോകണം, ചായ കുടിക്കണം, പെട്ടെന്ന് ചായ കുടിക്കണം. പിന്നെ നമുക്ക് ഈ നടത്തൊക്കെ മതി, നമുക്ക് വെല്ലാണ്ട് വരിക. കാരണം ഒരു ദിവസം മുഴുവൻ ഗെയിം കാണിച്ചല്ലേ. അപ്പം നിങ്ങൾക്ക് കണ്ടൻറ്റും പരിപാടികൾ സജസ്റ്റ് ചെയ്യുക. പിന്നെ രാവിലെ എണീക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഞങ്ങൾക്ക് എണീച്ചുകൂടാ, എനിക്കെത്ത പണിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ഇപ്പം ഗ്രാഫിക് ഡിസൈൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നൈറ്റിൽ കിടക്കാൻ കുറച്ച് നേരം വെക്കും, അപ്പോൾ എണീക്കാൻ കുറച്ച് നേരം വെക്കും. അപ്പം അതാണ് എൻ്റെ ഒരു പ്രശ്നം. ബട്ട് ഇനി മുതൽ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് രാവിലെ മാക്സിമം എണീക്കാം. പിന്നെ ഞാനിപ്പം ഗ്രാഫിക് ഡിസൈൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഫൈവറിലും പരിപാടിയൊക്കെ അക്കൗണ്ട് തുടങ്ങി. ഞാൻ ഡെമോ വർക്ക്സ് ചെയ്യുന്നു, ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു. പരിപാടി ഒന്നും ട്രാക്ക് കയറിയില്ല, ഇൻഷാ അല്ലാഹ് ട്രാക്ക് കയറും. ട്രാക്ക് കയറാതെ ഇവിടെ പോകാൻ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളുണ്ടാവില്ല, അത് എനിക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് തരാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടി നിങ്ങളെ ഒരു അഭിപ്രായം കൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഒരു അടിപൊളിയായിരിക്കും. ഇങ്ങനത്തെ പരിപാടി ഒന്നുകൂടി ഇഷ്ടം. കാരണം ഞാൻ കുറച്ചുകൂടി നേച്ചറായിട്ട് കണക്ട് ആയിട്ടാണ്. കുറച്ചൊക്കെ കണക്റ്റഡ് ആണ്. അത് സീനാണെന്ന് വെച്ചാൽ നല്ലൊരു പരിപാടിയാണ്. പിന്നെ നിങ്ങൾ ഇതേമാതിരി കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്ത് തരാം. അതായത് ഇപ്പം എന്താ ഒന്നും വേണ്ട, നിങ്ങളിത് ഇപ്പം കമൻറ്റ് ബോക്സിൽ എടുത്താണ് എന്തെങ്കിലും കണ്ടൻറ്റ്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നോ, അല്ലെ ഞാൻ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നുന്ന സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇട്ട്. ഇപ്പം എൻ്റെ ചങ്ങായിമാരായിക്കോട്ടെ,
എൻ്റെ വീട്ടുകാരായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന എൻ്റെ ഫാമിലി എൻ്റെ ഓഡിയൻസ്, ഫാമിലി ഓഡിയൻസ് കാണുന്നവർ, ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ഒരു കണ്ടൻറ് ആയതുകൊണ്ട് ചിലപ്പം റീച്ച് മറ്റേത് കിട്ടിയാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കാണുമ്പോൾ വെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ് സജസ്റ്റ് ചെയ്യാം, ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് എനിക്ക് പറ്റണമാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റും കൂടി ആകുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ ഇങ്ങനെ നടക്കാം, വീട്ടിൽ പോകാം, ചായ കുടിക്കാം, പുറത്തിറങ്ങാം, കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് വരാം. അപ്പോൾ ഈ നടത്തുന്ന രാവിലത്തെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും രാവിലെ നാളെ മുതൽ എണീക്കട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ പോകാം. പിന്നെ ഈ കുയ്യും തോടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ദിവസം ചൂണ്ടിടാൻ വന്നാലോ? എങ്ങനെയുണ്ടാവും? ഒരു ദിവസം ചൂണ്ടിടാൻ വരാം. യെസ്, വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കമൻറ്റ് ചെയ്യേണ്ടി വരും. ആരെങ്കിലും കൂടി കമൻറ്റ് ചെയ്യും ചൂണ്ടിടാൻ വരുന്നൊക്കെ. നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ പോലെ വിട്ടിപ്പോ പറയും. എക്സാം എങ്ങനെ നടക്കുന്നു? എക്സാമിൻ്റെ വൈക്ക് പോകും. എവിടെ എക്സാമിൻ്റെ വൈക്ക് പോകുന്നു അല്ലേ? ലുലുവിൻ്റെ വൈക്കും. അപ്പോൾ ലുലു അവിടെ പഠിത്തത്തിലാണ്. പിന്നെ നമുക്കിവിടെ ചായ ഉണ്ട്, പുട്ട് ആൻഡ് ഇതെന്തിന് ചെറുപയർ കറി, പിന്നെ കട്ടൻ ചായ. ഇത് ഞാൻ ഇങ്ങോട്ട് വെക്കാനുള്ള കാരണം, ഞാൻ ഇവിടെ നിന്നല്ല കഴിക്കലേ, എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ലൈറ്റുള്ള ഭാഗം, ഉള്ളിൽ കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കഴിക്കട്ടെ. ഞാൻ കഴിച്ചാണ്ട് തരാം. പ്രാവുകൾ അവിടെ തല്ലുണ്ടാക്കുന്നുണ്ട്. ഫുൾ അലമ്പ് പിള്ളേരാണ്, ഫുൾ അലമ്പ് ചെക്കന്മാരാണ്. അവിടെ ഇപ്പോൾ അറ്റങ്ങൾ കൊടുക്കാൻ ഗോതമ്പില്ല, ഗോതമ്പ് കഴിഞ്ഞു. ഇപ്പം ഇനി ഗോതമ്പ് ഒപ്പിക്കണം പറഞ്ഞ പോലെ. ഇത് ഞാൻ കഴിച്ചിട്ടൊക്കെ വരട്ടോ. കെടുന്നൊക്കെ ഉണ്ട് പഠിക്കണേ. ഇതാണ് ലുലുവിൻ്റെ പഠിത്തത്തിൻ്റെ ഒരു രഹസ്യം. കെടുന്ന് ഇരുന്ന് ഉറങ്ങി കണക്ക് പഠിക്കും. അത് നമുക്ക് വിഷയമല്ല. ചാടിച്ചാണ്ട് നമ്മൾ പ്രാവുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഗോതമ്പ് ഞങ്ങൾക്ക് സെറ്റാക്കി എടുക്കണം. കണ്ട ഫുള്ള് പുള്ളികൾ, അതിൽ 3 ഉള്ളൂ. പിന്നെ ഇതാട്ടോ നമ്മളെ വീട് തണ്ടേ ഇതാ. പിന്നെ ഇതാ നമ്മളെ തറവാട്ട് വീട്, അത് എളാപ്പൻ്റെ വീട്, ഇത് എൻ്റെ അപ്പച്ചിൻ്റെ വീട്. അത് ഞങ്ങൾ വലിയപ്പാക്ക് 3 മക്കൾ, ആൺമക്കൾ, ഒരു അമ്മായി, 3 ആങ്ങളൊക്കെ ഒരു പെണ്ണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ 3 വീടുകൾ ഇങ്ങനെ നിരന്നെടുക്കണം. പിന്നെ ഇവിടെ തൊട്ട് അവിടെ വരെ കോവക്കളിയാണ്. അപ്പോൾ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ഒരു ഇടക്കാപ്പയന്മാരുണ്ട്. പിന്നെ ഒരു പ്ലാവ്, ഇതുവരെ ചെറുത്, ഇതിൻ്റെ വേരിലൊക്കെ സാധനം കഴിക്കും. പൂമാളിയാ. അപ്പോൾ ഇതിങ്ങനെ കോവക്കള്ളി, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും തട്ടിയുണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യം ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളെ വീട്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി എനിക്കൊന്ന് മമ്പുറം പോകാണ്ട്. അവിടെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അനിയത്തിക്ക് എക്സാമാണ്, എൻ്റെ അനിയത്തിമാർക്ക് എക്സാമുണ്ട്. അപ്പോൾ പേന അവിടെ നിന്ന് കൊണ്ടുവരണം. അപ്പം പിന്നെ എന്തായാലും ഇപ്പോഴത്തെ നേരത്തെ കുളിച്ചെന്ന് വെച്ചാൽ ജുമുള്ളതുകൊണ്ട് എല്ലാ പരിപാടിയും കുറച്ച് പെട്ടെന്നാണ്. അപ്പോൾ കുളിച്ച് മാറ്റി നേരെ നമുക്ക് എന്ത് ചെയ്യാം, പെണ്ണ് പോയി മമ്പുറം കൊണ്ടുപോയി മന്ദിച്ചുതിക്കൊണ്ടുവരാം. നമുക്ക് എന്ത് ചെയ്യാം, കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ചു മാറ്റി അത് കഴിഞ്ഞ് വന്നു, മമ്പുറത്തെത്തി, പേന മന്ദിച്ചുതി കിട്ടി. പിന്നെ നമ്മൾ മക്കാമത ഇവിടെ മതഭേദഗതികളില്ലാതെ എല്ലാവരും മനസ്സിലാണ് മന്ദിച്ചുതാനായ പോലും. അപ്പോൾ ഇതാട്ടോ ഇവിടെ പിന്നെ കുറേ പീഡിയ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ, ഞങ്ങളിവിടെ എടുത്താൽ മക്കാം ഷെരീഫ്. അപ്പോൾ ഇതാ മന്ദിച്ചുത നന്നായിരുന്നു. ഉള്ളിൽ കുറേ ആൾക്കാർ മന്ദിച്ചുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും നാട്ടിലേക്ക് എത്താം. ഞാൻ കുളിച്ച് മാറ്റി നേരെ അങ്ങോട്ട് പോകണം, വീഡിയോ എടുക്കാൻ നിന്നില്ല ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരാം. പിന്നെ ഒറ്റക്കൊണ്ട് പിന്നെ ഞാൻ നടക്കാൻ വിചാരിച്ചു. പണ്ടങ്ങനെ 7 പേരാണ്, അങ്ങനെ നേരെ പോയിരുന്നു. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗ്യാങ് മാറി, ശ്രീകൃഷ്ണവൻ ആസിഫ്. പിന്നെ ശ്രീകൃഷ്ണവിൻ്റെ പള്ളി വരില്ലല്ലോ, ആസിഫിന് ശ്രീകൃഷ്ണവിനെ അറിയാം, 2 കൂടി കൊടുക്കാം. പിന്നെ നമുക്ക് പള്ളിയിൽ പോയി വരാം. പിന്നെ എഡിറ്റും പാട്ടും വരെ ഇടുന്നത് റോക്കറ്റ്സ് പോയി വരുന്നതിൻ്റെ റോക്കറ്റ്സ് മാത്രം പള്ളിയിലോട്ട് പോയി വരാം. പണ്ടൊക്കെ ആയിരുന്നു അവനല്ലേ എറിഞ്ഞ് പപ്പടാക്കി ഉണ്ടാവും, പൊടിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡില്ല, കാരണം ആളുകൾക്ക് ഉപദ്രവം തന്നെ. പള്ളി പോണ സമയത്ത് തന്നെ പണ്ട് കള്ളും കുപ്പി എറിഞ്ഞ് പൊടിച്ചിട്ടുള്ള സ്വഭാവം. അപ്പോൾ അത് മാറി.
ഇതണ്ടോ ഒന്ന് പോടി കൊടുത്ത എന്നെ പോയാലല്ലോ കുളം കുത്തുക. ഇത് റിട്ടേൺ ആണ്, വേറെ ഏതോ സാധനമാണ്. നമ്മൾതണ്ടോ ഫ്ലൈയിങ് സ്കുരൽ എത്തൽ മാന അത്. ഹൈ, അപ്പോൾ നമ്മൾ പള്ളിക്കൊക്കെ വന്നപ്പം കുറച്ച് നമ്മൾ ചെറിയ ക്ഷീണം, കുറച്ച് നേരം കിടന്നു. പിന്നെ ഇതാണ് നമ്മളെ ലാപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഡിസൈനിങ്. ഇതെൻ്റെ ഫൈവറിൻ്റെ തംബ്ലൈനാണ്. പിന്നെ ഇതാണ് എൻ്റെ റൂമിൽ വാളും എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള പിന്നെ ഇതാണ്. പിന്നെ കുറച്ച് വിൻറ്റേജ് ക്യാമറാസ് ഉണ്ട്. സോ കണ്ടല്ലേ, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറച്ചെല്ലാം കൂടെ ആയിട്ട് എടുക്കണം റൂമിൽ, അത് സെറ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും വൈകുന്നേരം ഈവനിങ് ആയി ചെക്കന്മാരായിട്ട് പുറത്തിറങ്ങാം. ചെക്കന്മാർ ഓരോരുത്തരിങ്ങനെ ഓരോ സ്ഥലത്താണ്, അപ്പോൾ ഇന്നിങ്ങനെ ഇറങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ കണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഹൈ, അപ്പം ഞാൻ ഇന്ന് ചെങ്ങന്മാരിപ്പോൾ പുറത്തിറങ്ങാൻ വെച്ചപ്പോൾ ആദ്യം മനുഷ്യനും പഠിക്കാം. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ കൃഷി എടുത്ത് വന്ന് കാണാം. ഇപ്പോൾ അവിടെ നനക്കുണ്ട്. അവിടെ ഇപ്പോൾ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ട് ക്യാബേജ് ഉണ്ട് കേട്ടാ, ക്യാബേജ് ഉണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടിട്ടാ ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് കാണിക്കണടിയില്ലേ ഫോൺ സ്റ്റോറേജ് ചെയ്തു കേട്ടോ. ബീട്രൂട്ട് ഇതാണ് ഇപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം, ഈ ചെറിയ ഷോപ്പിലൊക്കെ. അവിടെ പറഞ്ഞൊരു ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണല്ലപ്പാ. അതിന് വലിപ്പം ഉണ്ടാവുമോ? അതിന് തണുപ്പ് വേണ്ടേ? ഉണ്ടാവും വിചാരിക്കുന്നത്. അതിനൊക്കെ ഓരോരോ രീതികളുണ്ടായി, നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. നമുക്കറിയില്ലല്ലോ ഒന്നാമത്തെ കാര്യം. സംഭവിച്ചാൽ അതില് അത് വിത്തിട്ടപ്പോൾ അതിൽ വളക്കുറവുണ്ട്. പുതിയ മണ്ണ് കൊത്തിണ്ടാക്കി അതില് 1-2 മുളച്ചു. പിന്നെ ഒന്നാമത്തെ വെച്ചാൽ ഈ പറമ്പ് പൊതുവെ മണ്ണില്ലല്ലോ. അല്ല പിന്നെ നമ്മൾ ആക്കി തുടങ്ങിയതല്ലേ ഇത്. അത് എന്താ വെച്ചാല് വളക്കുറവ് ആകുമ്പോൾ ഉണ്ടായി വരില്ല. അപ്പൊ ഉണ്ടായി വന്നപ്പോ തന്നെ പിന്നെ അത് കഴിഞ്ഞത് ഇനി വളട്ടാതാവും. ഇനി നല്ല വളട്ടം മടിച്ചൂലേ? ഇനി വളം വേണ്ട, ഞാൻ ഉണ്ടാവാനുണ്ട. ഇതട്ടെ ഞാൻ പറഞ്ഞ ക്യാരറ്റ് ആ ചെറിയ ഇലണ്ട. പിന്നെ ഇവിടെ ഇതൊക്കെ 2ാം വട്ടം 3ാം വട്ടാ. ഇവിടെ 2ാമത്തെ വട്ടല്ലേ ഇതുണ്ടായി. പറിച്ച് തിന്ന് അത് കഴിഞ്ഞ് പുതിയത് പിന്നെയും കുത്തി. ഇതുപോലെ തന്നെ ചിരങ്ങ. ഇവിടെ ഈ കളി 2 ചിരങ്ങ കൊണ്ടേ കാര്യമുള്ളൂ. പിന്നെ വായുണ്ട്. പിന്നെ ഇത് ഇവിടെ ചിരങ്ങതാ. അവിടേക്ക് മത്തുണ്ട്, പൂളക്കൊമ്പുണ്ട്. പിന്നെ ഇത് കമ്പാണ് ഈ പ്രാവശ്യം മെയിൻ. ഇപ്പം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതലുള്ള ഈ കമ്പാലേ ഇഷ്ടം. ഇത് ഫുള്ള് കമ്പ. ഇന്ന് ഞാൻ വന്നപ്പോൾ തത്തമ്മ. ഞാൻ നമ്മുടെ കുറേ തത്ത ഇതിൻ്റെ ഉള്ളിൽ വലട്ട് പിടിച്ചേനി. പക്ഷെ നല്ല തത്തണ്ട്, നല്ല രസമുള്ള കാണാൻ. കുപ്പിയാ? ഞാൻ കണ്ടേ എല്ലാത്തിനും കുപ്പി വെച്ചിക്കണ്. തത്ത വിളിച്ചുന്നുണ്ട്. അങ്ങനെ ഇനി എടുത്തേക്കാം. ശരിയാ പറഞ്ഞേ. ഇപ്പം ഇത് ഫുള്ള് മറ്റേതാ കമ്പം. ഇപ്പോൾ ഫുള്ള് എത്തിന് എന്ത് ചെയ്തെന്ന് വെച്ചിട്ട് കുപ്പി വെച്ചിരിക്കുന്നു. കുപ്പി കുത്തിക്കുക. കുപ്പി കാണണ്ട. തത്ത വരിക, അതിൻ്റെ ഉള്ളിൽ തത്ത വരിക. എന്ന് രാവിലെ നമ്മുടെ തത്ത കുപ്പി. പിന്നെ ഇവിടെ മെയിനായിട്ട് കഴിക്കണത് ഞാൻ പറഞ്ഞില്ലേ ക്യാബേജ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയണ ഇവിടെ വെള്ളരി ആക്കണേ. എടുക്കണിട്ട് വെള്ളരി. വെള്ളരി ഉണ്ട്. പിന്നെ ഐറ്റംസ്. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ഇനി ഇത്ര ഉള്ളൂ കിട്ടും. ആരുമില്ല പുറത്തൊന്നും. വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഞാൻ കുറേ സംസാരിച്ചെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ നിങ്ങൾ ഇഷ്ടപ്പെടാൻ എന്താ ചെയ്യുക. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ ഗൈസ്.